നമസ്കാരം. വർഗങ്ങളും വർഗമൂലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. സംഖ്യയുടെ അഭാജ്യ ഘടകങ്ങൾ കണ്ടെത്തി വർഗമൂലം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നാം കണ്ടു. സംഖ്യയെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് വർഗമൂലം കണ്ടെത്തുന്ന വിധം നാം ചർച്ച ചെയ്തതാണ്. ഒരു ഉദാഹരണം കൂടി നമുക്ക് പരിശോധിക്കാം. 3969 എന്ന സംഖ്യയുടെ വർഗമൂലം കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം സംഖ്യയുടെ വലത്തേ അറ്റം മുതൽ 2 അക്കങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. ഇവിടെ 39, 69 എന്ന് 2 ഗ്രൂപ്പുകൾ ലഭിക്കും. ഇവിടെ ആദ്യ ഗ്രൂപ്പായ 39 പരിശോധിക്കുക. ഇത് 6ൻ്റെ വർഗമായ 36നും 7ൻ്റെ വർഗമായ 49നും ഇടയിലാണ്. 39ൽ ലഭിക്കാവുന്ന പരമാവധി വർഗമൂലം 6 ആണെന്നർത്ഥം. നമുക്ക് ഹാരകമായി 6 എടുക്കാം. ഹരണഫലമായി 6 മുകളിൽ എഴുതുക. 6 × 6 36നെ 39ൽ നിന്നും കുറച്ചാൽ ബാക്കി വരുന്ന 3 ശിഷ്ടമായി താഴെ എഴുതുക. അടുത്ത ഗ്രൂപ്പിലെ 69 കൂടി ഇറക്കിയിട്ടാൽ 369 എന്ന സംഖ്യ ലഭിക്കും. നേരത്തെ ഹാരകമായി കണ്ടെത്തിയ 6ൻ്റെ ഇരട്ടിയായ 12 ഇവിടെ ഹാരകമാക്കുക. 12 കഴിഞ്ഞ് ഒരു സ്ഥാനം ബാക്കിയിടുക. ഇവിടേക്ക് ലഭിക്കാവുന്ന പരമാവധി വലിയ സംഖ്യ പരിശോധിക്കുക. 1 എടുത്താൽ 121 × 1 121, 2 എടുത്താൽ 122 × 2 244, 3 എടുത്താൽ 123 × 3 369. ഇവിടെ ശിഷ്ടം വരാത്ത വിധം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഹരണഫലമായി 3 കൂടി ചേർക്കുമ്പോൾ 63 എന്ന് ലഭിക്കും. ഇതാണ് 3969 എന്ന സംഖ്യയുടെ വർഗമൂലം. ഒരു ഉദാഹരണം കൂടി പരിശോധിക്കാം. 15876ൻ്റെ വർഗമൂലം എത്രയാണ്? ആദ്യം നമുക്ക് സംഖ്യയെ ഗ്രൂപ്പുകളാക്കി തിരിക്കാം. വലതുവശത്ത് നിന്നും 2 അക്കങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകളാക്കുമ്പോൾ 1, 58, 76 എന്നിങ്ങനെ 3 ഗ്രൂപ്പുകൾ ലഭിക്കും. ആദ്യ ഗ്രൂപ്പായ 1 പരിശോധിച്ചാൽ 1² 1നും 2² 4നും ഇടയിലാണെന്ന് കാണാം. അതായത് ഈ ഗ്രൂപ്പിൽ ലഭിക്കാവുന്ന പരമാവധി വലിയ ഹാരകം 1 ആണ്. ഇവിടെ 1 കൊണ്ട് ആദ്യ ഗ്രൂപ്പിനെ ഹരിക്കുമ്പോൾ ഹരണഫലം 1 ലഭിക്കും. 1 × 1 ആയ 1നെ 1ൽ നിന്നും കുറച്ചാൽ ശിഷ്ടം 0 ലഭിക്കും. ഇനി അടുത്ത ഗ്രൂപ്പിലെ 58 ഇറക്കിയിട്ടാൽ 58 എന്ന സംഖ്യയാണ് ഇനി ഹാര്യമായി വരുന്നത്. നേരത്തെ ഹാരകമായിരുന്ന 1ൻ്റെ ഇരട്ടിയായ 2 ഇവിടെ ഹാരകമായി വരും. 2 കഴിഞ്ഞ് ഒരു സ്ഥാനം ഒഴിച്ചിടണം. ഈ സ്ഥാനത്തേക്ക് വരാവുന്ന പരമാവധി വലിയ സംഖ്യ നമുക്ക് പരിശോധിക്കാം. 1 എടുത്താൽ 21 × 1 21, 2 എടുത്താൽ 22 × 2 44, 3 എടുത്താൽ 23 × 3 69. ഇവിടെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഹാരകം 22 ആണ്. ഹരണഫലത്തിൽ 2 കൂടി ചേർക്കുക. 22 × 2 44, 58ൽ നിന്ന് കുറച്ച് കിട്ടുന്ന 14 ശിഷ്ടമായി എഴുതുക. അടുത്ത ഗ്രൂപ്പ് കൂടി ഇറക്കിയിടുമ്പോൾ 1476 ആകും ഹാര്യം. ഇവിടെ നേരത്തെ ലഭിച്ച ഹാരകമായ 2ഉം
2ൻ്റെ ഇരട്ടിയായ 4ഉം ഹാരകമായി വരും. അതായത് 24. 24 ശേഷം ഒരു സ്ഥാനം ഒഴിച്ചിടുക. ഇവിടേക്ക് വരാവുന്ന ഏറ്റവും വലിയ സംഖ്യ പരിഗണിക്കുക. 1 എടുത്താൽ 241 ഇൻറ്റു 1 241. 2 എടുത്താൽ 242 ഇൻറ്റു 2 484. 3 എടുത്താൽ 243 ഇൻറ്റു 3 729. 4 എടുത്താൽ 244 ഇൻറ്റു 4 976. 5 എടുത്താൽ 245 ഇൻറ്റു 5 1225. 6 എടുത്താൽ 246 ഇൻറ്റു 6 1476 എന്ന് ലഭിക്കും. ഇവിടെ ശിഷ്ടം വരുന്നില്ല. അതിനാൽ 246 ഹാരകമാകും. ഹരണഫലത്തിലേക്ക് 6 കൂടി ചേർത്ത് 126 എന്ന് ലഭിക്കും. ഇതാണ് 15876 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം. ഇവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മാർഗങ്ങളും കുറുക്കുവഴികളും നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.